നമസ്കാരം. ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. യുഎസ് ചൈന വ്യാപാര കരാർ നിലവിൽ വന്നു. ഇന്ത്യയുമായുള്ള കരാർ ഉടനെന്ന് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച സ്ഥിരത കൈവരിക്കുമെന്ന് സർവേ. റിസർവ് ബാങ്ക് പലിശ നിരക്ക് കുറച്ചത് വളർച്ചാ വേഗത കൂട്ടുമെന്നും റിപ്പോർട്ട്. CNG, PNG ഇന്ധനവില കുറയും. ലക്ഷ്യം ഹരിത ഇന്ധന ഉപയോഗം പ്രോത്സാഹിപ്പിക്കൽ. ബാങ്കിംഗ് മേഖലയിൽ പണലഭ്യത കുറയുന്നു. റിസർവ് ബാങ്കിന്റെ വേരിയബിൾ റേറ്റ് റിവേഴ്സ് റിപ്പോ ലേലത്തിന് ലഭിച്ചത് തണുത്ത പ്രതികരണം. ഗൾഫിൽ നിന്ന് കേരളത്തിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്കിൽ വൻ വർധന. സ്കൂൾ അവധിക്കാലത്ത് നാട്ടിലേക്ക് പോകുന്ന പ്രവാസികൾ പ്രതിസന്ധിയിൽ. വിശദമായ വാർത്തകൾ നോക്കാം. തുടർച്ചയായ 4ാം ദിവസവും ഇന്ത്യൻ ഓഹരി വിപണി നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 303.03 പോയിന്റ് അഥവാ 0.36% ഉയർന്ന് 84,058 ക്ലോസ് ചെയ്തു. നിഫ്റ്റി 88.8 പോയിന്റ് അഥവാ 0.35% ഉയർന്ന് 25,637 സെൻസെക്സ് ഓഹരികളിൽ ട്രെൻഡ് എറ്റേണൽ, ആക്സിസ് ബാങ്ക്, ടൈറ്റൻ എന്നിവ ഇടിവ് രേഖപ്പെടുത്തി. ഏഷ്യൻ പെയിന്റ്സ്, അൾട്രാടെക് സിമന്റ്സ്, പവർ ഗ്രിഡ്, ICICI ബാങ്ക്, റിലയൻസ് ഇൻഡസ്ട്രീസ്, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ഭാരത് ഇലക്ട്രോണിക്സ്, സൺ ഫാർമ എന്നിവ നേട്ടമുണ്ടാക്കി. സെക്ടറൽ സൂചികകളിൽ നിഫ്റ്റി, IT, റിയാലിറ്റി, FMCG സൂചികകൾ നഷ്ടം രേഖപ്പെടുത്തിയപ്പോൾ പ്രൈവറ്റ് ബാങ്ക്, ഓയിൽ ആൻഡ് ഗ്യാസ്, മെറ്റൽ, ഓട്ടോ സൂചികകൾ ഉയർന്നു. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച സ്ഥിരത കൈവരിക്കുമെന്ന് റോയിട്ടേഴ്സ് സർവേ. റിസർവ് ബാങ്ക് പലിശ നിരക്ക് കുറച്ചത് വളർച്ചാ വേഗത കൂട്ടുമെന്നും റിപ്പോർട്ട്. 2024-25 സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച 4 വർഷത്തെ ഏറ്റവും താഴ്ചയിലായിരുന്നു. എന്നാൽ ഈ വർഷം മുതൽ സമ്പദ് വ്യവസ്ഥ തിരിച്ചുവരവ് നടത്തും. ആഗോള അനിശ്ചിതത്വങ്ങൾ വെല്ലുവിളിയാണ്. എന്നാൽ സർക്കാരിന്റെ മൂലധന ചെലവഴിക്കൽ ഉയർന്നത് അടിസ്ഥാന സൗകര്യ മേഖലയ്ക്ക് ഉണർവേകും. 2026 മാർച്ചിൽ അവസാനിക്കുന്ന നിലവിലെ സാമ്പത്തിക വർഷത്തിൽ മൊത്തം ആഭ്യന്തര ഉൽപാദനം 6.4% വർദ്ധിക്കുമെന്നാണ് റോയിട്ടേഴ്സ് പോൾ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ മാസം പ്രവചിച്ചിരുന്നത് 6.3%. അതിൽ നിന്ന് നേരിയ വർധനയാണ് ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധർ വ്യക്തമാക്കുന്നത്. ഈ മുന്നേറ്റത്തിന് കരുത്താവുക റിസർവ് ബാങ്ക് പലിശ നിരക്കിൽ വരുത്തിയ കുറവാണ്. ഈ മാസം ആദ്യം നടന്ന ധനനയ യോഗത്തിലാണ് റിസർവ് ബാങ്ക് വിപണിയെ അമ്പരിപ്പിച്ച് 50 ബേസിസ് പോയിന്റിന്റെ കുറവ് വരുത്തിയത്. അതേസമയം സ്വകാര്യ മേഖലയുടെ ചെലവഴിക്കൽ കുറവാണ്. യുവാക്കൾ തൊഴിൽ ലഭ്യതാ പ്രശ്നം അനുഭവിക്കുന്നുമുണ്ട്. ഇവയെല്ലാം വെല്ലുവിളിയായി വരാമെന്നും വിദഗ്ധർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. CNG, PNG ഇന്ധനവില കുറയും. ഹരിത ഇന്ധന ഉപയോഗം പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യം. ഇതുവരെ 3 താരിഫ് മേഖലകളായി തിരിച്ചായിരുന്നു CNG, PNG ഇന്ധന വിതരണം നടന്നിരുന്നത്. ഇത് ഗ്യാസ് സ്രോതസ്സിൽ നിന്ന് വളരെ അകലെയുള്ള നഗരങ്ങളിൽ ഇന്ധനവില ഉയരാൻ കാരണമായി. ഇതിന് പരിഹാരമായി 3ൽ നിന്ന് 2ആക്കി താരിഫ് സോൺ കുറയ്ക്കാനാണ് പെട്രോളിയം മന്ത്രാലയം തീരുമാനിച്ചത്. ഈ വിജ്ഞാപനം പുറത്തുവന്നതോടെ ഇന്ധനവില കുറയുമെന്നാണ് വിലയിരുത്തൽ. ഗ്യാസ് വില ന്യായമാക്കുക, ശുദ്ധമായ ഇന്ധന ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക, ഇന്ത്യയിലുടനീളം ഗ്യാസ് വിതരണം പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് പദ്ധതിയുടെ ലക്ഷ്യം. അടുത്ത 2-3 ദിവസത്തിനുള്ളിൽ വിഷയത്തിൽ സർക്കാർ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുമെന്നാണ് റിപ്പോർട്ട്. പുതിയ സംവിധാനപ്രകാരം ഗ്യാസ് സ്രോതസ്സിനടുത്തുള്ള നഗരങ്ങളിൽ നേരിയ വിലവർധനവ് ഉണ്ടായേക്കാം. എന്നാൽ ദൂരെയുള്ള സ്ഥലങ്ങളിലെ ഉപഭോക്താക്കൾക്ക് ഗ്യാസ് വില കുറയും. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ബാങ്കിംഗ് മേഖലയിൽ പണലഭ്യത കുറയുന്നു. റിസർവ് ബാങ്കിന്റെ വേരിയബിൾ റേറ്റ് റിവേഴ്സ് റിപ്പോ ലേലത്തിന് ലഭിച്ചത് തണുത്ത പ്രതികരണം. ബാങ്കിംഗ് മേഖലയിൽ നിന്ന് കുറഞ്ഞ കാലത്തേക്ക് റിസർവ് ബാങ്ക് പണം വായ്പയായി സ്വീകരിക്കാറുണ്ട്. ഇതിനായുള്ള നടപടിയാണ് വേരിയബിൾ റേറ്റ്സ് റിവേഴ്സ് റിപ്പോ ലേലം. ഇത്തവണ 1 ലക്ഷം കോടി സമാഹരിക്കുന്നതിനായി 7 ദിവസത്തെ ലേലം നടപടിയാണ് റിസർവ് ബാങ്ക് നടത്തിയത്. എന്നാൽ ലഭിച്ചത് 84,975 കോടിയാണ്. 5.45% ശരാശരി പലിശയ്ക്കാണ് ലേലം പൂർത്തിയായത്. ബാങ്കിംഗ് മേഖലയിൽ വേണ്ടത്ര പണമില്ലാത്തതാണ് ലേലത്തിന് തണുത്ത പ്രതികരണം ലഭിക്കാൻ കാരണമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. കൂടാതെ RBIയിൽ പണം സൂക്ഷിക്കുന്നതിനേക്കാൾ കൂടിയ പലിശയ്ക്ക് ഉപഭോക്താക്കൾക്ക് വായ്പ നൽകാനായിരിക്കും ബാങ്കുകൾ താൽപര്യപ്പെടുക. അതായത് വരും പാദങ്ങളിൽ ലാഭം കൈവരിക്കുന്നതിലും വായ്പ വളർച്ചയിലുമാണ് ബാങ്കുകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇത്തരത്തിൽ വായ്പയ്ക്കായി ബാങ്കുകൾ പണം നൽകുന്നത് കൂട്ടുന്നുണ്ടെങ്കിൽ ബിസിനസ് രംഗത്തേക്കടക്കം നിക്ഷേപം ഉയരുന്നുവെന്നതിന്റെ സൂചനയാണ്. ഇത് സാമ്പത്തിക മേഖലയ്ക്ക് ഉണർവേകുമെന്നുമാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.
ട്രംപിന്റെ താരിഫ് ഭീഷണി ചൈനയുടെ വ്യാവസായിക മേഖലയ്ക്ക് തിരിച്ചടിയായി. ലാഭത്തിൽ 9.1% ഇടിവെന്ന് റിപ്പോർട്ട്. ഒക്ടോബറിന് ശേഷം ലാഭത്തിലുണ്ടായ ഏറ്റവും വലിയ ഇടിവാണ് മെയ്യിലുണ്ടായിരിക്കുന്നതെന്നാണ് നാഷണൽ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ട്രംപിന്റെ ഭീഷണിക്ക് പിന്നാലെ കമ്പനികൾക്ക് ചൈന സബ്സിഡികൾ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ചൈനയിൽ ബിസിനസ് നടത്തുന്നതിൽ കമ്പനികളുടെ ആത്മവിശ്വാസം നഷ്ടമായിട്ടുണ്ട്. അതാണ് ലാഭത്തിലെ കുറവിൽ പ്രതിഫലിച്ചിരിക്കുന്നതെന്നാണ് വിലയിരുത്തൽ. വ്യാവസായിക ഉൽപാദനത്തിൽ 5.8% വർധനവുണ്ടായപ്പോഴാണ് ലാഭത്തിലെ ഇടിവന്നത് പ്രസക്തമാണ്. നീണ്ടുനിൽക്കുന്ന പണപ്പെരുപ്പ സമ്മർദ്ദവും ആഗോള വെല്ലുവിളികളും കമ്പനികളുടെ ആത്മവിശ്വാസത്തെ ബാധിച്ചിട്ടുണ്ട്. അമേരിക്കയുമായി ഉണ്ടാക്കിയ പുതിയ കരാറിലും കമ്പനികൾ നിക്ഷേപം നടത്താനും പുതിയ തൊഴിൽ നിയമനം നടത്താനും മടിക്കും. അതിനാൽ വാർഷിക വളർച്ചാ ലക്ഷ്യമായ 5% മുന്നേറ്റം കൈവരിക്കണമെങ്കിൽ ചൈനീസ് സർക്കാർ കോർപ്പറേറ്റ് മേഖലയ്ക്ക് കൂടുതൽ ഉത്തേജന പദ്ധതികൾ നടപ്പാക്കേണ്ടി വരുമെന്നും റിപ്പോർട്ട് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വാഹന ഉപഭോക്തൃ വിപണികൾ മികച്ച വളർച്ചയിലേക്കെന്ന് റിപ്പോർട്ട്. പലിശ നിരക്കും പണപ്പെരുപ്പവും കുറഞ്ഞത് നേട്ടമാകുമെന്നും സെൻട്രം ബ്രോക്കറേജ്. മികച്ച മൺസൂൺ കാർഷിക വിളവെടുപ്പ് എന്നിവയാണ് ഈ മേഖലയിലെ വളർച്ചയ്ക്ക് ഉണർവേകിയെന്നാണ് സെക്ടർ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. FMCGയും നിർമ്മാണ മേഖലയും 2026 സാമ്പത്തിക വർഷത്തിൽ മുന്നേറ്റം നടത്തും. SUVകളുടെ തുടർച്ചയായ ഡിമാൻഡും മെച്ചപ്പെട്ട താങ്ങാനാവുന്ന വിലയും മൂലം പാസഞ്ചർ വെഹിക്കിൾ വിഭാഗം 2 മുതൽ 4% വളർച്ച കൈവരിക്കും. വാണിജ്യ വാഹന മേഖലയുടെ വളർച്ചാ പ്രവചനം 5 മുതൽ 6% വരെയാണ്. 2026 സാമ്പത്തിക വർഷത്തിൽ ഗാർഹിക ഉപഭോഗം ഉയരും. ഇത് നിർമ്മാണ മേഖലയ്ക്ക് തുണയാകും. 2026 സാമ്പത്തിക വർഷത്തിൽ ഇതുവരെയുള്ള കാർഷിക മേഖലയ്ക്കുള്ള പ്രവചനം അനുകൂലമാണ്. മികച്ച വിളവെടുപ്പ് ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉത്തേജനം നൽകും. 2025 മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ റാബി വിളവെടുപ്പ് ശക്തമായിരുന്നു, പ്രത്യേകിച്ച് ഗോതമ്പിനും മറ്റു പ്രധാന ഉൽപ്പന്നങ്ങൾക്കും. ഇത് പല പ്രദേശത്തിലെയും കാർഷിക വരുമാനം മെച്ചപ്പെടുത്തിയെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇടിവ്. പവന് 680 രൂപയും ഗ്രാമിന് 85 രൂപയും കുറഞ്ഞു. പവന് 71,880 രൂപയും ഗ്രാമിന് 8,985 രൂപയുമാണ് ഇന്നത്തെ നിരക്ക്. 18 ക്യാരറ്റ് സ്വർണ്ണവിലയിലും ഇന്ന് കുറവുണ്ട്. ഗ്രാമിന് 80 രൂപ കുറഞ്ഞ് 7,360 രൂപയിലാണ് വ്യാപാരം നടന്നത്. വെള്ളിവില 1 രൂപ കുറഞ്ഞ് 115 രൂപയായി. കേരള വാർത്തകൾ നോക്കാം. ഭൂപരിഷ്കരണ നിയമത്തിൽ കാതലായ മാറ്റങ്ങൾ വരുത്തേണ്ട സാഹചര്യമില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. സംസ്ഥാന റവന്യൂ സർവേ ഭൂരേഖാ വകുപ്പ് സംഘടിപ്പിക്കുന്ന 4 ദിവസത്തെ ഡിജിറ്റൽ റീസർവേ ഭൂമി ദേശീയ കോൺക്ലേവിന്റെ പ്രതിനിധി സെഷൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കേരളത്തിന്റെ സാമൂഹിക മാറ്റത്തിന് അടിത്തറ പാകിയത് ഭൂപരിഷ്കരണ നിയമമാണ്. അനിവാര്യമായ ഭേദഗതിയടക്കം കാലോചിതമായ മാറ്റങ്ങൾ നേരത്തെ നിയമത്തിൽ വരുത്തിയിട്ടുണ്ട്. നമ്മളെ മാതൃകയാക്കി മറ്റു പല സംസ്ഥാനങ്ങളും സദൃശ്യമായ ഭൂപരിഷ്കരണം നടപ്പിലാക്കിയെങ്കിലും ഇവയൊന്നും കേരളത്തിന്റെ ഭൂപരിഷ്കരണ നിയമത്തോളം കരുത്തും വിശാലവുമായിരുന്നില്ലെന്നും മന്ത്രി കെ രാജൻ കോവളം ഉദയസമുദ്ര ഹോട്ടലിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ പറഞ്ഞു. വ്യവസായ, വാണിജ്യ, വിദ്യാഭ്യാസ, ചാരിറ്റബിൾ ആവശ്യങ്ങൾക്കുൾപ്പെടെയുള്ള വികസനാവശ്യങ്ങൾക്ക് സർക്കാരിന് അധികാരം നൽകുന്ന വ്യവസ്ഥകളും ഭൂപരിഷ്കരണ നിയമത്തിലുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. ഭൂസംബന്ധമായ മുഴുവൻ നടപടികൾക്കും രേഖകൾക്കും സഹായകരമായ റവന്യൂ, സർവേ, രജിസ്ട്രേഷൻ വകുപ്പുകളുടെ പോർട്ടലുകൾ ഏകോപിപ്പിച്ച് എൻ്റെ ഭൂമി എന്ന ഒറ്റ പോർട്ടൽ രൂപീകരിച്ച് ഗവേണൻസിൽ കേരളം ലോകത്തിനു മുന്നിൽ വലിയ മാതൃക സൃഷ്ടിച്ചുവെന്നും മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഡിജിറ്റൽ റീസർവേ പൂർത്തിയായ വില്ലേജുകളിൽ ഇനി മുതൽ ഭൂമി രജിസ്ട്രേഷന് മുൻപ് തന്നെ ഭൂമിയുടെ അംഗീകൃത സ്കെച്ചും രേഖകളും ലഭ്യമാക്കുന്നതിലൂടെ ഇവ ആധാരത്തിൻ്റെ ഭാഗമാകും. ഇതുവഴി ഭൂമി കൈമാറ്റത്തിലെ കബളിപ്പിക്കലുകൾ പൂർണ്ണമായും ഇല്ലാതാക്കാനാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേന്ദ്ര ലാൻഡ് ആൻഡ് റിസോഴ്സ് വകുപ്പ് സെക്രട്ടറി മനോജ് ജോഷി അധ്യക്ഷത വഹിച്ചു. ഹിമാചൽ പ്രദേശ് റവന്യൂ വകുപ്പ് മന്ത്രി ജയ്സിംഗ് നേഹി ആശംസകൾ അർപ്പിച്ചു. ലാൻഡ്സ് റവന്യൂ കമ്മീഷണർ കെ മുഹമ്മദ് വൈ സഫറുള്ള സ്വാഗതവും റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ് സെക്രട്ടറി MG രാജമാണിക്യം നന്ദിയും പറഞ്ഞു. മൈഫിൻ TV, തിരുവനന്തപുരം. ദേശീയ വൈദ്യുതി സുരക്ഷാ വാരത്തിന് KSEBയിൽ തുടക്കമായി. സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരം ജൂലൈ 5 വരെ സംഘടിപ്പിച്ചിരിക്കുന്ന പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ മന്ത്രി K കൃഷ്ണൻകുട്ടി നിർവഹിച്ചു. സംസ്ഥാനത്തുണ്ടാകുന്ന വൈദ്യുതി അപകടങ്ങൾ മനുഷ്യനിർമ്മിതമെന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടി പറഞ്ഞു. ചിലരുടെ വീഴ്ചകൾ മൂലമാണ് ഭൂരിഭാഗം അപകടങ്ങളും സംഭവിക്കുന്നത്. ഇത് പരിഹരിക്കാൻ സാധിച്ചാൽ അപകടരഹിത വൈദ്യുത മേഖലയെന്നത് സാധ്യമാകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സംസ്ഥാന ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് വകുപ്പ് സംഘടിപ്പിച്ച സംസ്ഥാനതല വൈദ്യുതി സുരക്ഷാ വാരാചരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പൊതുജനങ്ങൾക്കിടയിലും വൈദ്യുതി മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾക്കും
കരാർ ജീവനക്കാർക്കുമിടയിലും വൈദ്യുതി സുരക്ഷയുടെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുകയാണ് വാരാചരണത്തിന്റെ ലക്ഷ്യം. സ്മാർട്ട് എനർജി സേഫ് നേഷൻ എന്നതാണ് ഇത്തവണത്തെ മുദ്രാവാക്യം. സുരക്ഷാ വാരാചരണത്തിന്റെ ഭാഗമായി വൈദ്യുതാപകടങ്ങൾ പരമാവധി കുറയ്ക്കുക ലക്ഷ്യമിട്ട് വ്യാപകമായ പ്രചാരണ പരിപാടികളാണ് KSEB സംഘടിപ്പിച്ചിരിക്കുന്നത്. അനട്ട് CEO നരേന്ദ്രനാഥ് വെലൂരി ചടങ്ങിൽ അധ്യക്ഷനായി. എനർജി മാനേജ്മെന്റ് സെന്റർ ഡയറക്ടർ R. ഹരികുമാർ, ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ഡയറക്ടർ P. പ്രമോദ്, ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ G. വിനോദ്, KSEBL ചീഫ് സേഫ്റ്റി കമ്മീഷണർ പ്രവീൺ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. മൈഫിൻ TV, തിരുവനന്തപുരം. പ്രധാന വാർത്തകൾ വീണ്ടും. US ചൈന വ്യാപാര കരാർ നിലവിൽ വന്നു. ഇന്ത്യയുമായുള്ള കരാർ ഉടനെന്ന് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച സ്ഥിരത കൈവരിക്കുമെന്ന് സർവേ. റിസർവ് ബാങ്ക് പലിശ നിരക്ക് കുറച്ചത് വളർച്ചാ വേഗത കൂട്ടുമെന്നും റിപ്പോർട്ട്. CNG, PNG ഇന്ധനവില കുറയും. ലക്ഷ്യം ഹരിത ഇന്ധന ഉപയോഗം പ്രോത്സാഹിപ്പിക്കൽ. ബാങ്കിംഗ് മേഖലയിൽ പണലഭ്യത കുറയുന്നു. റിസർവ് ബാങ്കിന്റെ വേരിയബിൾ റേറ്റ് റിവേഴ്സ് റിപ്പോ ലേലത്തിന് ലഭിച്ചത് തണുത്ത പ്രതികരണം. ഗൾഫിൽ നിന്ന് കേരളത്തിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്കിൽ വൻ വർധന. സ്കൂൾ അവധിക്കാലത്ത് നാട്ടിലേക്ക് പോകുന്ന പ്രവാസികൾ പ്രതിസന്ധിയിൽ. ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.